വേട്ട തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് വേട്ടകളെ അതിജീവിച്ചാണ് നാം ഇന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നത് പ്രേക്ഷകർക്ക് തന്നെ അറിയാമല്ലോ. ചരിത്രത്തെ വിസ്മരിച്ചു പോകരുത്. എങ്ങനെയാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ലോർഡ് ലിട്ടൺ പ്രഭു നമ്മളിൽ അടിച്ചേൽപ്പിച്ചത്? പ്രാദേശിക സ്വഭാവമുള്ള മാധ്യമങ്ങളെ വേട്ടയാടിയ കിരാത നിയമമായിരുന്നു അത്. അതിനെ അതിജീവിച്ചാണ് പിന്നീട് നമ്മൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്ന മറ്റൊരു കിരാത നിയമത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അഭിമുഖീകരിച്ചത്. അന്നും ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന ആ കിരാത നിയമങ്ങളെ, അത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ആണെങ്കിലും 124A സെഡീഷനുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ നിയമങ്ങളാണെങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അന്ന് സ്വാതന്ത്ര്യ സമര പോരാളികളായ പത്രപ്രവർത്തകർ തന്നെ ഈ നാട്ടിൽ പത്രസ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എഴുതി ചേർത്തത്. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്ന മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളും പത്രാധിപർമാർ കൂടിയായിരുന്ന കാലമായിരുന്നു. അന്ന് അവരെയൊക്കെ എങ്ങനെയാണോ അധികാര സ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തി എങ്ങനെയാണോ വേട്ടയാടിയത്, അതേപോലെ IT ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് ഒരു അലിഖിതമായ ഒരു പ്രസ് സെൻസർഷിപ്പ് നിയമം കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. ഒരേ മാർക്കറ്റ് ഷെയറിന് വേണ്ടി ഒരുപക്ഷെ മാർക്കറ്റിൽ മത്സരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളുടെ പ്രവർത്തന മേഖല ഇപ്പോഴും 187-ാം സ്ഥാനത്ത് മാത്രം മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാനൊന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. കാരണം യഥാർത്ഥത്തിൽ ഈ മത്സരത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയ നൈതികതയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് വസ്തുതകൾ തമസ്കരിക്കുക മാത്രമല്ല, അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഹപ്രവർത്തകരുടെ സംഘത്തെ അധിക്ഷേപിക്കാനും അവരുടെ വാർത്തയെ തിരസ്കരിക്കാനും നിങ്ങൾ കാണിച്ച തിടുക്കമാണ് എന്നെ വേദനിപ്പിക്കുന്നത്. സർക്കാർ ഇത് ചെയ്യും. സർക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും സർക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെഹ്റുവിനെ കുറിച്ച് പറയും, ഡോൺ സ്പേ മീ എന്ന് നെഹ്റു ശങ്കറിനോട് പറഞ്ഞിട്ടുണ്ട്. അതേ നെഹ്റു തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ടുവന്ന ആദ്യത്തെ ഭേദഗതിയിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്നുള്ളത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ പ്രധാനപ്പെട്ട പരിമിതിയായി കൊണ്ടുവന്നതും പ്രേക്ഷകർ ഓർമ്മിക്കണം. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അങ്ങനെയാണ്. അവർക്ക് അല്ല, പക്ഷെ അതിന് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അന്ന് ഈ പറയുന്ന പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് പലതരത്തിലുള്ള കലാപങ്ങൾക്ക് ഏത് സാഹചര്യമാണെങ്കിലും ആ റീസണബിൾ റെസ്ട്രിക്ഷൻസിന്റെ പുറത്താണ് പിന്നീട് പല നിയമങ്ങളും ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതും പ്രസ് സെൻസർഷിപ്പിന് തുടക്കമാകുന്നതും. പിന്നീട് അതിനുശേഷം എന്ത് സംഭവിച്ചു? അടിയന്തരാവസ്ഥ കണ്ടു. ഇതേ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളുടെ വായ് മൂടിക്കെട്ടുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇങ്ങോട്ട് അടിയന്തരാവസ്ഥയുടെ ലാഞ്ചന പലപ്പോഴും ഉള്ളത് ഈ പരോക്ഷമായിട്ടുള്ള ആക്രമണങ്ങളിലാണ്. പ്രബീർ പുർക്കായസ്ത എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ഒരു മാധ്യമപ്രവർത്തകനെ എങ്ങനെയാണ് ED റെയ്ഡ് ചെയ്തത് എന്നത് നമ്മൾ കണ്ടു. ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകൻ സുബൈദ്, ആൾട്ട് ന്യൂസിൻ്റെ സ്ഥാപകൻ, ഇങ്ങനെ നിരവധി പത്രപ്രവർത്തകരുടെ വീടുകളിൽ ED നടത്തിയ റെയ്ഡ് കണ്ടു. അപ്പോൾ നിയമത്തിലൂടെയും നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചും എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നത് കണ്ട് ശീലിച്ച നമ്മളാണ്. അതും എന്നെ ഞെട്ടിച്ചു പോയത്, നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ നിരോധിക്കപ്പെട്ട മാധ്യമം സർക്കാരിൻ്റെ, പിന്നീട് നമ്മളെല്ലാവരും എന്ന മാധ്യമത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു. പിന്നീട് പുനഃസംപ്രേഷണം തുടങ്ങിയതിന് ശേഷം അധികാര സ്ഥാപനത്തോട് ഒട്ടി നിൽക്കുന്ന കാഴ്ച നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. പക്ഷേ അതെന്തു തന്നെയാണെങ്കിലും അത് വളരെ മോശമായി പോയി, വളരെ വേദനാജനകമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, വളരെ കൃത്യമായി മറ്റേ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാർത്തകൾ ഞങ്ങൾ നീക്കിയത്? ആ വാർത്തകൾ നീക്കിയത് നിങ്ങളുടെ കുറ്റം കൊണ്ടോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പാലിക്കാഞ്ഞതുകൊണ്ടോ അല്ല, ആ വാർത്ത വാസ്തവമല്ലാതിരുന്നത് കൊണ്ടല്ല, പകരം ഒരു ലീഗൽ ലോക്കൽ റിക്വയർമെൻറ്റ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഈ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് ആരുടേതാണ് എന്നാണ്. ഞങ്ങളുടെ പ്രതിനിധി ഡിജിറ്റൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഷിഫീഖ് താമരശ്ശേരി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ആ ചോദ്യങ്ങളോടൊപ്പം എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. ഒന്ന്, ചോദ്യം നമ്പർ 1, ദുരൂഹമായി നിൽക്കുന്ന ഈ ലീഗൽ റിക്വസ്റ്റ്, ഈ ലോക്കൽ ലീഗൽ റിക്വസ്റ്റ് ആരുടേതാണ്? മെറ്റയുടെ ചട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ലോക്കൽ ലീഗൽ റിക്വസ്റ്റ്, ഒരു വാർത്ത നീക്കണമെന്നുള്ളത് വരണമെങ്കിൽ ഒരു റെഗുലേറ്ററിൻ്റെ അടുത്ത് നിന്ന് വരണം, ഒരു കോർട്ടിൽ നിന്ന് വരണം, അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരണം, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരണം, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് വരണം എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഈ വാർത്ത പിൻവലിക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ഈ റിക്വയർമെൻറ്റ് ആരുടേതായിരുന്നു, ആരുടെ ഭാഗത്തുനിന്ന് വന്നതാണ് എന്നതാണ്. നമ്പർ 2, റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം, കൈരളി എന്നീ മാധ്യമങ്ങൾക്ക് മാത്രം ടാർഗറ്റ് ആകുന്നതിന് പിന്നിലെ ചോയ്സ് ആരുടേതാണ്?
ചില മാധ്യമങ്ങൾ എഴുതി വിട്ടത് ഇത് AI അപ്ഡേഷൻ്റെ ഭാഗമായി സംഭവിച്ച സോഫ്റ്റ്വെയർ പിഴവാണ് എന്നാണ്. ഈ 3 മാധ്യമങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ബാധകമാകുക? അങ്ങനെയാണെങ്കിൽ ആ AI-യുടെ അൽഗോരിതം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ 3 മാധ്യമങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്? കേരളത്തിൻ്റെ ഒരു പൊതുബോധം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തുറന്നു തന്നെ പറയാം. റിപ്പോർട്ടർ TV റീലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിലെ ദൃശ്യമാധ്യമത്തിൻ്റെ പരിസരം എന്തായിരുന്നു? സർക്കാരിന് അന്ന് പിണറായി സർക്കാരിന് എതിരെ നിൽക്കുന്ന എല്ലാ മാധ്യമങ്ങളും പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന കൈരളിയും റിപ്പോർട്ടർ TV വന്നതിനു ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചിലതെങ്കിലും ഞങ്ങൾക്ക് ചില വസ്തുതകൾ ശേഖരിക്കുന്നതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഓടുന്നതിനിടയിൽ സംഭവിച്ച പിഴവുകളാണ്. ആത്മാർത്ഥമായി ഞങ്ങളതിന് മാപ്പും ക്ഷമാപണവും ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുവരെ കണ്ണടച്ചാക്ഷേപിച്ചിരുന്നു എന്നതിൽ നിന്ന് കണ്ണു തുറന്ന് വിമർശിക്കാൻ തയ്യാറാകണമെന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അതിൻ്റെ ഭാഗമായി ചിലർ ഞങ്ങളെ സർക്കാർ പക്ഷം നിൽക്കുന്നവരെന്ന് വിമർശിച്ചു. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ഒരു ദൃശ്യമാധ്യമ പരിസരമായിരുന്നില്ല റിപ്പോർട്ടർ TV ലോഞ്ച് ചെയ്തതിന് ശേഷം ഉണ്ടായത്. പിന്നീട് വന്ന ന്യൂസ് മലയാളമാണെങ്കിലും കൈരളിയാണെങ്കിലും സമാനമായ നിലപാട്, അതായത് ഒരു കാരണവശാലും നിങ്ങൾ വലതുപക്ഷത്തേക്ക് പോകാതിരിക്കുക എന്ന നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ 3 മാധ്യമങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് ഈ റഡാറിന് കീഴിൽ കൊണ്ടുവന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, മെറ്റയ്ക്ക് സംഭവിച്ച സാങ്കേതിക പിഴവ് എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അതാണ് നേരത്തെ മാധുവും പിയാ സുനിലും ആന്റോ അഗസ്റ്റിനും ചൂണ്ടിക്കാണിച്ചത്. സാങ്കേതിക പിഴവ്, ടെക്നിക്കൽ എറർ ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നതാ വളരെ വ്യക്തമായി മെറ്റ നമുക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു, വി ക്യാൻ കൺഫേം ദാറ്റ് ദ ടേക്ക് ഡൗൺ വാസ് എക്സിക്യൂട്ടഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ്സ് റാദർ ദാൻ ഡ്യൂ ടു എ ടെക്നിക്കൽ എറർ. ടെക്നിക്കൽ എറർ അല്ല എന്നുള്ളത് അസന്ദിഗ്ധമായി പറയുന്നുവെന്നിരിക്കെ ആരുടെ താല്പര്യമായിരുന്നു അതൊരു സാങ്കേതിക പിഴവായി വരുത്തി തീർക്കുക എന്നുള്ളത്? നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മെറ്റ അങ്ങനെ പറഞ്ഞതിന് ഒരു തെളിവുമില്ലാതിരുന്നിട്ടും ഇത്രയധികം മാധ്യമങ്ങളിൽ അതെങ്ങനെ വാർത്തയായി? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആരെങ്കിലും ഈ മാധ്യമങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ മെറ്റ ഇങ്ങനെയൊരു സാങ്കേതിക പിഴവുണ്ട് എന്ന് സമ്മതിച്ചു എന്ന് പറയുന്ന ഒരു കഷണം, ഒരു കടലാസ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടതുപോലെയുള്ള ഒരു മറുപടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിരുന്നില്ല, കാണാൻ കഴിയില്ല. അങ്ങനെയൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സങ്കല്പ സൃഷ്ടിയാണെങ്കിൽ അതാർക്കു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തത്, മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നത്തെ ടെക്നിക്കലായി ചുരുക്കി അവതരിപ്പിക്കാനുള്ള ധൃതിക്ക് പിന്നിൽ എന്തായിരുന്നു? അതാർക്കു വേണ്ടിയുള്ള കൊട്ടേഷൻ ആയിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതൊരു സാങ്കേതിക പിഴവല്ല, ഇതൊരു ടെക്നിക്കലായിട്ടുള്ള ഗ്ലിച്ചല്ല, പകരം അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള നീക്കമായിരുന്നു. ഈ 3 മാധ്യമങ്ങളെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു എന്നതാണ്. ഇനി ആറാമത്തത് പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തടി തപ്പാൻ ഇനി മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും സഹായിക്കാം എന്നാണ്. പക്ഷേ അങ്ങ് പറയേണ്ടത്, ഏഴാമത്തെ എൻ്റെ ചോദ്യമായി ഞാൻ ചോദിക്കുന്നതും ഞാൻ ഭയക്കുന്നതുമായ ചോദ്യം, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പ് CMO ഓഫീസ് അഥവാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി അല്ല ഇങ്ങനെയൊരു ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ ഈ സർക്കാരിൻ്റെ കീഴിൽ IT വകുപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണോ എന്നതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇനി അതാണെങ്കിൽ പോലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനേക്കാൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് VD സതീശന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടോ എന്നുള്ളതാണ്. അതാണ് നേരത്തെ പിയാ സുനിൽ സൂചിപ്പിച്ച ചോദ്യം. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. VD സതീശന് വേണ്ടി കേന്ദ്ര സർക്കാർ മെറ്റയോട് ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് പൊളിറ്റിക്കലായിട്ട് വരുന്ന ആശങ്കപ്പെടുത്തുന്ന ചോദ്യം. ഇനിയും സമയമുണ്ട് സർക്കാരിന് തങ്ങൾക്ക് തെറ്റുപറ്റി എന്നത് തിരുത്തി പറയാൻ, തെറ്റുപറ്റി എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒന്നാണ്, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെയും എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു ഭയവുമില്ല ഈ വിഷയത്തിൽ. 100% പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊപ്പമാണ്. എല്ലാ തെളിവുകളും നിങ്ങൾക്കൊപ്പം ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കൗടില്യവുമായിട്ട്, കുടിലതന്ത്രങ്ങളുമായി ഒരു മീഡിയ മാർക്കറ്റ് ഷെയറിനെ മാത്രമാണ് ചില മാധ്യമ സുഹൃത്തുക്കൾ കാണുന്നതെങ്കിൽ ഞങ്ങൾക്ക് സഹതാപമെന്നേ പറയാനുള്ളൂ. അപ്പോൾ അധികാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മളുടെ നയമല്ല എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. അപ്പോൾ ഇനി വ്യക്തത വരുത്തേണ്ടത് ആരാണ് ഈ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ് റിപ്പോർട്ടർ TVയുടെ വാർത്തകളെ ഭയന്ന് 21 വാർത്താ കാർഡുകൾ പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകിയത് എന്നാണ്. അതിലെങ്ങനെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നത്? അതിലെങ്ങനെയാണ് ബിനോയ് വിശ്വം വന്നത്? അതിലെങ്ങനെയാണ് വള്ളം മറിഞ്ഞ് മരിച്ചുപോയ ജോണിൻ്റെ മകൾ വന്നത്? അതിലെങ്ങനെയാണ് MDMA കേസിൽ അകപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നതിൽ ആർക്കായിരുന്നു ഭയം എന്നുള്ളതാണ്.
ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേരളം തേടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മെറ്റ ക്ലാരിറ്റി വരുത്തിയതോടുകൂടി എല്ലാ വ്യാജ പ്രചരണങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ വിട്ടു നൽകുന്നു. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നുണ പറയാനൊരു സംവിധാനം എന്ന മട്ടിൽ കാര്യങ്ങൾ അധപതിച്ചു പോകുന്നതിന് മുൻപ് പ്രതികരിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഞങ്ങളിവിടെ തൽക്കാലം ഇത് അവസാനിപ്പിക്കുന്നു. ഇത് വേട്ട തന്നെയായിരുന്നു, വേട്ടയ്ക്കുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് പാളിപ്പോയി എന്ന് മാത്രം. Meet the editors.